പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ചെലുക്കുഴി വാർഡിലെ ചൂരവലി ഭദ്ര ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ചൂരവലി ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമെന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഇവിടെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു കാവും ഇവിടെ വിളക്ക് കത്തിയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ഒരു കുടുംബക്കാരുടെ പേരിലായിരുന്നു. അതിനുശേഷം നാട്ടുകാരിൽ പലരും പല പൊതുയോഗങ്ങളും വിളിച്ചുകൂട്ടി ഭരണസമിതി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ഭരണസമിതികൾ ഇവിടെ കാലാകാലങ്ങളായി ഭരണം നടത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഇവിടെ ദേവപ്രശ്നം വെച്ച് ദേവപ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രത്തിൽ ദേവീ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇവിടെ കുടുംബക്കാരും നാട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠയെ നടത്തുകയുണ്ടായി. അതുപോലെ കിരാതമൂർത്തിയുടെയും പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ മറുതാ തമ്പുരാട്ടി എന്ന് പറഞ്ഞ ഒരു ദേവിയുടെയും പ്രതിഷ്ഠ നടത്തി ഉപദേവാലയങ്ങളിൽ കൂടി വളരെ ഭംഗിയായ രീതിയിൽ ആ ഭരണസമിതി ഇത് നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. അതിനുശേഷം പല പ്രശ്നങ്ങളുടെ കാരണം ആ ഭരണസമിതി മാറി പുതിയ ഭരണസമിതി വന്നു. അതിനുശേഷവും വളരെ ഗംഭീരമായ ഉത്സവങ്ങളൊക്കെ നടത്തിപ്പോകുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അപ്പോൾ വീണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥ അവകാശം ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ വീണ്ടും ഈ ക്ഷേത്രമായത്തിലേക്ക് വന്ന് ഭരണസമിതിയുമായുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ആ ക്ഷേത്രം നടത്തിപ്പ് അവർ ഏറ്റെടുക്കുകയും നിലവിലുള്ള ഭരണസമിതിയുടെ ആളുകളുമായി പ്രശ്നങ്ങളുണ്ടായി അവർ ആ താക്കോൽ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവിടെ നിത്യപൂജയും മറ്റു കാര്യങ്ങളും നടന്നു പോവുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ആ നിത്യപൂജ മുടങ്ങുകയും ഇപ്പോൾ ഏകദേശം 2 മാസത്തോളം കാലമായി ഇവിടെ ഈ മഹാക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൽ യാതൊരു രീതിയിലുള്ള പ്രവർത്തനവും നടക്കുന്നില്ല. ഒരു വിളക്ക് പോലും കത്തിക്കുവാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അതിൻ്റെ അവസ്ഥ കൊണ്ടെത്തിച്ചിരിക്കുന്നത് തീർച്ചയായും നാട്ടുകാരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചില പിടിവാശിയാണ്. അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വളരെയധികം ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാരിൽ പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ക്ഷേത്രം ഈ ചെലുക്കുഴി നാടിൻ്റെ ഐശ്വര്യമായ ഒരു ക്ഷേത്രമാണ്. പക്ഷേ ഇവിടെ വിളക്ക് പോലും കത്തിക്കാത്തതിൻ്റെ ഭാഗമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലെ ആളുകൾക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ആ അവസരത്തിലാണ് ദേവീ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു പൊതുയോഗ നോട്ടീസ് അച്ചടിച്ചുകൊണ്ട് ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് നാട്ടുകാരെല്ലാവരും ഒത്തുകൂടി ഒരു പൊതുയോഗം സംഘടിപ്പിക്കണം. ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നടത്തിപ്പിനെ പറ്റിയും ഈ ക്ഷേത്രത്തിലെ പൂജയെ പറ്റിയും അതുപോലെ ഇവിടെ വിളക്ക് കത്തിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ അല്ലെങ്കിൽ ദേവി ക്ഷേത്ര സംരക്ഷണ സമിതി നേതൃത്വത്തിലുള്ള ഒരു നോട്ടീസ് അടിച്ചിരിക്കുകയാണ്. മെയ് മാസം 26 ഞായറാഴ്ച 4 PM ചുരുവലി ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് ഈ പൊതുയോഗം നടത്തുവാനുള്ള തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള ഒരു വിഗ് നോട്ടീസാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. തീർച്ചയായും ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ, ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ഉടമസ്ഥ അവകാശികൾ മാറുന്നത് ഈ നാടിനും നാട്ടുകാർക്കും ഗുണകരമല്ല. അപ്പോൾ എല്ലാവരും ഈ വാർത്ത കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ചെലുക്കുഴി നിവാസികളായ ആളുകളുടെ പ്രതികരണം നിങ്ങൾ ഉണ്ടാവണം. കാരണം ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നാടിൻ്റെ ഐശ്വര്യമാണ്. അതോടൊപ്പം തന്നെ നാടിൻ്റെ അഭിവൃദ്ധിക്കും വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടണം, കാവുകൾ സംരക്ഷിക്കപ്പെടണം, ഈ നാടാകെ സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് വാർത്ത 24 എന്ന് പറയാനുള്ളത്. ചൂരവലി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.